ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് KSRTC ജീവനക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഇരുമ്പ് കസേരയിൽ കാരണഭൂതൻ എന്ന് എഴുതിയായിരുന്നു എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്. കേരളത്തിന്റെ കഴുക്കോൽ വരെ ഊരുവിറ്റാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഊരുചുറ്റാൻ പോകുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത എംപ്ലോയീസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി S. അജയ്കുമാർ പറഞ്ഞു. എല്ലാ മാസവും 5-ാം തീയതി ആദ്യ ഗഡുവും 15-നു ശേഷം രണ്ടാമത്തെ ഗഡുവും ശമ്പളവുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്ക് പാഴായതിനു പിന്നാലെയാണ് KSRTC ജീവനക്കാർ പ്രത്യക്ഷ സമരവുമായി ഈ മാസവും രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയെ പ്രതീകാത്മകമായി ഇരുമ്പ് കസേരയിൽ കാരണഭൂതൻ എഴുതി വെച്ചായിരുന്നു എംപ്ലോയി സംഘിന്റെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച്. കേരളത്തിന്റെ കഴുക്കോല് വരെ ഊരുവിറ്റാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഊരുചുറ്റാൻ പോയിരിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത എംപ്ലോയി സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി S. അജയ്കുമാർ പറഞ്ഞു. കേരളത്തിന്റെ കഴുക്കോല് വരെ ഊരുവിറ്റാണ് ഈ പിണറായി വിജയനടക്കം ഉള്ള മന്ത്രിമാർ ഇന്ന് സുഖവാസ കേന്ദ്രത്തിൽ പോയിരിക്കുന്നത്. ഇങ്ങനെ കേരളത്തിന്റെ കഴക്കോല് വരെ ഊരിവിറ്റ് ഇങ്ങനെ സൂക്ഷിക്കാൻ പോകുമ്പോൾ ഇവിടെ ഒരു പറ്റം കാരണഭൂതന്റെ കസേരയും തൂക്കി KSRTCയിലെ തൊഴിലാളികൾ ഇങ്ങനെ മരിച്ചു വീഴാൻ പാകത്തിന് നിൽക്കുന്നുള്ളത് ഈ പൊതുസമൂഹം മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് അതിവിനയത്തോടുകൂടി നിങ്ങളോട് പറയാനുള്ളത്. ജീവനക്കാർ മദ്യവെച്ചിട്ടുണ്ടോ എന്ന് ഊതിക്കാൻ വാങ്ങിയ മിഷ്യൻ കൊണ്ട് കഞ്ഞി കുടിച്ചോ എന്നുകൂടി ഊതിച്ചു നോക്കണമെന്നും അജയ്കുമാർ പറഞ്ഞു. KSRTCക്കാരൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഊതി നോക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ഊതി നോക്കാൻ വാങ്ങിയ മിഷ്യൻ ഇനി കഞ്ഞി കുടിച്ചോ എന്ന് നോക്കാനുള്ള ഊതി നോക്കുന്ന ഒരു മിഷ്യൻ കൂടെ വാങ്ങണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ തുടങ്ങി 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. ജനം, തിരുവനന്തപുരം.